ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കേരളത്തിന്റെ ഊർജ്ജഭദ്രതയുടെ അടിത്തറയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ ആകെ വൈദ്യുതി ആവശ്യകതയുടെ 1/4 ഒറ്റയ്ക്ക് നൽകുന്ന പദ്ധതിയിലെ ജലലഭ്യത ഏറെ ആശ്വാസത്തോടെയാണ് വൈദ്യുത ബോർഡും പൊതുജനങ്ങളും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 20 അടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ ഉയർന്നത്. നിലവിൽ 2350 അടിയിലേക്ക് എത്തിയിട്ടുണ്ട് ജലനിരപ്പ്. ഇത് ആകെ സംഭരണശേഷിയുടെ 45%. KSEBയുടെ ആകെ ജലവൈദ്യുതോൽപാദനത്തിന്റെ 35%-ലേറെയും ഇടുക്കിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ലോവർ പെരിയാർ, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികൾ കൂടി ചേരുമ്പോൾ സംസ്ഥാനത്തെ ആകെ ജലവൈദ്യുത ഉൽപാദനത്തിന്റെ 52%-വും ഇടുക്കി ജില്ലയിൽ നിന്നാണ് നിർവഹിക്കപ്പെടുന്നത്. മൂന്നാറിന് പുറമെ ഇടുക്കിയിലെ മലയോര മേഖലയായ കട്ടപ്പന, കല്യാണത്തണ്ട് മലനിരകളിലും കുറിഞ്ഞി വസന്തം ഒരുങ്ങുന്നു. നീലക്കുറിഞ്ഞിയുടെ വകഭേദമായ കാട്ടുകുറിഞ്ഞിയാണ് കല്യാണത്തണ്ടിലും സമീപ പ്രദേശങ്ങളിലും പൂവിട്ട് തുടങ്ങിയത്. കട്ടപ്പന, കല്യാണത്തണ്ട്, നിർമ്മല സിറ്റി, വാഴവര, കാൽവരി മൗണ്ട് മേഖലകളിലെ പുൽമേടുകളിലാണ് കുറിഞ്ഞിപ്പൂക്കൾ മുട്ടിട്ടിരിക്കുന്നത്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലനിരകൾ പൂർണ്ണമായും നീലയും പർപ്പിളും കലർന്ന പുഷ്പങ്ങളാൽ നിറയും. നിലവിൽ വാഴവര, കൗന്തി മലനിരകളിലാണ് കുറിഞ്ഞികൾ കൂടുതൽ പൂവിട്ടിരിക്കുന്നത്. എന്നാൽ മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ളതിനാൽ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഇനി ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ട്രോപ്പോ വർക്സ് എന്ന ഡ്രോൺ കമ്പനിയുമായി സഹകരിച്ചാണ് തൊഴിലാളികളുടെ ജോലിഭാരവും സമയവും കുറയ്ക്കുന്ന ഈ പുതിയ പരീക്ഷണം നടപ്പിലാക്കുന്നത്. കിലോമീറ്ററുകളോളം ചുമന്ന ട്രാക്ടറുകളിൽ കയറ്റി ഫാക്ടറിയിൽ എത്തിച്ചിരുന്ന പരമ്പരാഗത രീതിക്ക് ഇതോടെ മാറ്റം വരും. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനും സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനും കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും കള്ളപ്പട്ടയങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടി സ്വീകരിക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വാഗമണിലെ വരാട്ടുമേട്ടിൽ 10 ഏക്കർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ചതായും നടപടികൾ തുടർന്നും ശക്തമാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇടമലക്കുടിയിൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ശോചനീയാവസ്ഥയിലുള്ളതുമായ 58 വീടുകൾ ഇടുക്കി വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്ത കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിവിധ തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരെ അടിയന്തരമായി നിയമിക്കും. റവന്യൂ വകുപ്പും വാട്ടർ അതോറിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലൂടെ ദേവികുളം, ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വീടുകളിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള തടസ്സങ്ങൾ പരിഹരിച്ചു. ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾക്കുള്ള ജനന, മരണ, വിവാഹ സർട്ടിഫിക്കറ്റുകൾ പെരുമൈ എന്ന പ്രത്യേക ഡ്രൈവിലൂടെ വിതരണം ചെയ്തു. ഗോത്രവർഗ മേഖലയായ ഇടമലക്കുടി ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ 116 പേർക്കാണ് സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. നിയമപരമായ തിരിച്ചറിയൽ രേഖകൾ ഇല്ലാത്തതിനാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പദ്ധതികൾ ലഭിക്കാതിരുന്ന കുടുംബങ്ങൾക്ക് ഈ നടപടി വലിയ ആശ്വാസമാകും. പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ ഓരോ കുടിയിലുമെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും റവന്യൂ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയുമാണ് സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിയത്. കുടികളിൽ ജനിച്ച കുട്ടികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.